എല്ലാ പെണ്ണുങ്ങളെ നമ്മളൊക്കെ എവിടെയാണ്? നമ്മളൊക്കെ അവിടെ ഉണ്ടാ? പറഞ്ഞ് നോമ്പ് ഇവിടെ കഴിയാനായി. അല്ല, നമ്മളൊക്കെല്ലാരും ഡ്രസ്സ് എടുത്താ? പൊന്നാരന്റെ മക്കളെ, നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോയ സ്കൂളിൽ ഇങ്ങോട്ട് തിരിച്ചു പൊരേക്ക് വന്നു. അതിന്റെ റബ്ബേ, ലായിലായിച്ച് കണ്ടിട്ട് തന്നെ തലറ്റി. പൊന്നാരന്നെയാളെ, അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ്. പെണ്ണുങ്ങളെ, നമ്മളെല്ലാരും ഇങ്ങനെ തന്നെയാണ് മക്കളെ. ഡ്രസ്സ് എടുക്കാന്ന് പേരും മനയുടെ നേരം വെക്കുമ്പോ നീച്ച് പല്ല് വെച്ചിട്ട് കുട്ടികൾക്കും മക്കൾക്കൊന്നും കൊടുക്കാതെ ഡ്രസ്സ് കടയിൽ പോയി കുത്തിറക്ക തോന്നിയത് കണ്ടിട്ട്. ഏതായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കി, അത് ബാക്കിയാണ് പറഞ്ഞ ഞാൻ. അപ്പൊ നിങ്ങൾ കണ്ടില്ല ഇത് സംഗതി എന്താന്ന്? ഇത് വേറെ ഒന്നല്ല, ഡ്രസ്സ് കടയാണ്. പെണ്ണുങ്ങളെ നേരം വെക്കുമ്പോ പല്ലും തേച്ചിട്ട് കുട്ടികളും മക്കളൊക്കെ പെറുക്കിയിട്ട് ഇവിടെ കടയിൽ വന്ന് കുത്തിറക്കുക. എന്നിട്ട് നോമ്പറക്കാൻ നേരത്താണ് അവിടുന്ന് ഇറങ്ങിപ്പോണത്. എന്താപ്പ കഥ? അച്ഛനേച്ച് കണ്ടിട്ട് തലറ്റീകും. എന്റെ ചെറുക്കൻ എന്നും വിളിച്ചിട്ട് പറയും, നോമ്പ് കഴിയാനായി എന്നുള്ളത്, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തോളി, എല്ലാവർക്കുള്ള പൈസ ഞാൻ അയച്ചിക്കണേന്ന്. ചെറുക്കനോട് ഞാൻ പറഞ്ഞു, എത്തിനാ മോനെ ഇനിയിപ്പൊ ഡ്രസ്സ് ഉമ്മാക്ക് വേണ്ട, ഏതായാലും എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ എടുത്തു കൊടുത്തോളാം. ഏതായാലും ഞാനേ ആ തിരൂർക്കൊന്ന് പോകുമ്പോ ആദ്യം ഞാനൊന്ന് പോകും, എന്നിട്ട് പറ്റിയ കടന്ന് കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മാത്രം എന്റെ മരക്കളെ കൊണ്ടുപോകട്ടോന്ന് പറഞ്ഞു ഞാൻ ചെറുക്കനോട്. അപ്പൊ ചെറുക്കൻ എന്നോട് പറഞ്ഞേ, എന്നാ അട്ടം പോലെ ചെയ്തോളീന്ന്. ആയിക്കോട്ടെ മോനേന്നറ്. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ പെരയില് അല്ലറ ചില്ലറ പണിയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ബസ് കയറി തിരൂർക്ക്. ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാൽ നല്ല പൈസയാണ്. അപ്പൊ ഞാൻ ബസ് കയറി, ഒരൊറ്റ ബസ്സാണ്ട് കയറിയാൽ മതി നമുക്ക് ഇവിടുന്ന്. ആ ബസ്സും കയറി ഞാൻ തിരൂർ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഫാമിലി വെഡിങ് സെന്ററിലാണ് ഞമ്മള് പോയത്. പൊന്നാരന്റെ എന്റെ കണ്ണെടുത്ത് തള്ളി. ഇച്ച് തലറ്റിയ കൊയക്കസിങ്ങനെ എന്തൊക്കെയാന്ന് പറയാൻ പറ്റണില്ല. ഞാൻ പുറത്ത് നിന്നിട്ട് തന്നെ. അപ്പൊ ഉള്ളിലേക്ക് കയറി അടുത്ത അവസ്ഥ എന്തായിരിക്കും? ഞാൻ തലറ്റി വീകുമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആഴ്ചയൊന്ന് വിളിച്ചാൽ മതിയായും. ഇന്ന വീണാൻ താങ്ങാൻ ഓളുണ്ടായി. ാണ് കൊളർത്തും ചെയ്തില്ല. ഇതിപ്പോ ഇങ്ങനത്തെ പൂരപ്പറമ്പാണെന്ന് ഞാനും കരുതിയില്ല. അല്ലിപ്പോ ഓനെ വിളിച്ചു കൊണ്ടേനോളാ. ചുരുക്കി പറഞ്ഞാല് അവിടുത്തെ അവസ്ഥ കണ്ടാല് ആര് നെട്ടിപ്പോവും. കൊറേ ആൾക്കാരാണ്ട് അതിന്റെ ഉള്ളിൽ കയറ്റിട്ടാണ് ഷട്ടർ താത്തുകയാണ്. പൊന്നാരന്നെ കുമ്പാരം പോലെ ഡ്രസ്സുകളൊക്കെ കൂട്ടിയിട്ട് പെണ്ണുങ്ങളിങ്ങനെ അടിയിന്ന് മേലെന്നിങ്ങനെ വലിച്ചിങ്ങനെ പാകം നോക്കുക. ഓരോരുത്തർ ഇട്ട് നോക്കണ്, ഓരോരുത്തർ ചൊർക്ക് നോക്കണ്, ഓരോരുത്തർ പായണ്, ഓരോരുത്തർ ഡ്രസ്സ് കിട്ടിയിട്ട് അതിക്ക് സാറ് തരാൻ പോണ്, ഒരാൾ പാന്റ് തരാൻ പോണ്. ആകെ കഥ. അതിലുണ്ട് കൊറേ കുട്ടികൾ ഇടങ്ങാറായിട്ട് നിരോധിച്ച് പൂ പാ പീന്നൊക്കെ പറഞ്ഞ കൊറേ മക്കളും ഉണ്ട് ഓരോ തകാരെടുത്ത്. അറ്റിങ്ങൾക്ക് മക്കളെ നോക്കണമെന്നില്ല. പെരുന്നാൾക്ക് ഡ്രസ്സ് വെക്കണം, ആരെയും നല്ല കൊണ്ടുപോകും എന്നുള്ള വെപ്രാളത്തിലാണ് പെണ്ണുങ്ങൾ നടക്കുന്നത്. മക്കളെ ആരെ പുകയിച്ചിട്ട് മക്കളും നനച്ച് ഇടങ്ങേറ് സഹിക്കാൻ വെച്ച കൊറേ പെണ്ണുകൂടെ ഞാൻ പറഞ്ഞു, ഒമ്പട്ടോടെ എത്തപ്പ ഈ കടന്നത്, ഡ്രസ്സ് പിന്നെ കൊടുക്ക, മക്കള് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, മഴ കുട്ടികളെ നോക്കുന്നുണ്ട്. ഞാൻ 3-4 പെണ്ണുങ്ങളോട് ഞമ്മള് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ കണ്ട കാര്യം പിന്നെ പറയണല്ലേ പാത്തുന്, അതാണ് നമുക്ക് സ്വഭാവേ. ഞാൻ കൊറേ പെണ്ണുങ്ങളോട് പറഞ്ഞു. ഞാൻ ഇതൊക്കെ കൂടി കണ്ടിട്ട് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് കൊയക്ക് സീണം കൂടി ആകക്ക് തലമ കേറുക, എന്തൊക്കെ സോക്കടി എനിക്ക്. ഞാൻ വിചാരിച്ചു എന്റെ മരക്കളായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതന്നെ ആവൂലപ്പ അവസ്ഥ. മരക്കള് ഡ്രസ്സ് കണ്ടാൽ അവിടെ ഒന്നടിച്ച് കിടക്കും. പിന്നെ അവർക്ക് മക്കളെന്ത് അമ്മായിമെന്ത് ഒത്തും ഉണ്ടാവൂല. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇതിപ്പോ നടക്കണ കാര്യമല്ല. ഇന്നേരത്തെ കൊടുന്ന മരക്കളായിട്ട് നമ്മള് നോമ്പറക്കോളം ഇവിടെ കുത്തിറക്കണ്ടാവും. ഇനിയിപ്പോ നോമ്പറന്നാലും ഒരു ടെക്സൈസ് കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂല. ചുരുക്കി പറഞ്ഞ എല്ലാം കൊണ്ട് ഒരു ആപ്പിലായി. എന്നാ പിന്നെ ഒരു ആണ്ടറിയും കാര്യങ്ങളൊക്കെ വരികയല്ലേ, ഡ്രസ്സ് എടുക്കാനും ഇരിക്കാനും പറ്റൂല. ചുരുക്കി പറഞ്ഞ പൊന്നു മുത്തുമണികളെ, തിരൂർക്ക് കാല് കുത്താ സ്ഥലമില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്കും ഈ ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറഞ്ഞാൽ വലിയ കടയാണ്, 3-4 തട്ടുള്ള കടയാണ്. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല നല്ല മൊഞ്ചുള്ള ഡ്രസ്സുകളാണ്. പക്ഷെ എന്താ, നല്ല വില കൂടുതലുമാണ്. അത് സാധനത്തിനനുസരിച്ചിട്ടുള്ള വില കൂടുതലാട്ടാ. അങ്ങനെ വലിയ ഓവർ വിലയിലൊന്നും നമുക്ക് തോന്നിട്ടില്ല. പക്ഷെ ഈ ആണ്ടർത്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചി അതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് തപ്പി പിടിക്കാൻ കുറച്ച് പാട് വരും. പക്ഷെ അതിപ്പോ എടുക്കണല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇന്ന് എന്റെ അടുക്കലുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് അബായന്റെ കൗണ്ടറിലേക്ക് ഒന്ന് പോയി നോക്കി. പൊന്നാരണ്ണികളെ അബായം വേണ്ട മാക്സിമം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പാഞ്ഞു കഴിച്ചിലായി. അബായാണ് കുന്നുപോലെ കൂട്ടി വെച്ചിരിക്കണം. ചൊത്തു മാണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ മണ്ടി കഴിച്ചിലായി. എല്ലാ പത്താ കാട്ട് മക്കളെ,
അവിടെ പോയപ്പോഴും ജനങ്ങള്, മാക്സിന്റെ അവിടെ പോയ ജനങ്ങള്, സാറിന്റെ അടുത്ത് പോയപ്പോ ജനങ്ങള്, ചുരുക്കി പറഞ്ഞ സെഡിയും ബോർഡ് എടുക്കാൻ അങ്ങോട്ടും ചെന്നപ്പോ അവിടെയും ജനങ്ങള്. എത്താപ്പ കഥ. ഞാന് പിന്നെ ഒത്തും മാണ്ടാ വിചാരിച്ചു ഞാൻ പെരേക്കൊണ്ട് പോന്ന് പൊന്നാരണ്യാളെ. ഞാൻ പറക്കോളിച്ച് കൊഴക്ക് സീണേ അണ്ണാക്കിന്റെ വെള്ളം വറ്റി. ഞാൻ അവിടെ പോയി കുറച്ചേരൊക്കെ നിന്നപ്പോത്തിന് അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോന്ന് വലിച്ച് ഇടണുണ്ട്, കഴിച്ചിടണുണ്ട്, ഒപ്പിക്കണുണ്ട്. അപ്പൊ അവരെ അവസ്ഥക്ക് എന്തായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ എന്റെ മരോട് അറിഞ്ഞ് ഇമ്മ എന്നാൽ ഇത്ര പെട്ടെന്ന് പോന്ന എന്തായി, അവിടുത്തെ ആലുമട്ടൊക്കെ എന്തായി, ഞങ്ങൾ മാറ്റട്ടേന്ന് വെച്ചു. ഞാൻ എന്റെ മരോട് അറിഞ്ഞ് നിക്ക് മാറ്റണ്ട, 2 ദിവസം കൂടെ ഉണ്ട് കഴിച്ചട്ടെ, അവിടെ പൂരാ തിരക്കാണ്, ഇപ്പൊ നിങ്ങളായിട്ട് പോയാൽ ശരിയാവൂല, അവിടെ പല കേസും ഉണ്ട്, ആണും പെണ്ണും ഒരേപോലെ നടക്കണം, തോണ്ടലും പിച്ചിലൊക്കെ ഉണ്ടാവും, അതൊന്നും ഞമ്മക്ക് പറ്റൂല. അതുകൊണ്ട് 2 ദിവസം കൂടി കാക്കട്ടെ, ഏതായാലും ആണ്ടടുത്തേക്കല്ലേ എടുക്കാതിരിക്കൊന്നുമില്ല. ഞാൻ പുതിയപ്പ പൈസ അയച്ചിക്കണ്, ഇതൊക്കെ എടുക്കുക ഞാനും നോക്കട്ടെ. ഇനിയിപ്പൊ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയ്ക്ക് പോകാം, തിരക്കിയത കടയ്ക്ക് പോകണം, അതന്നെ വേണമെന്ന് ഇപ്പൊ നിൽക്കുന്നത് നിർബന്ധം. എല്ലാ കടയിലുണ്ട് ഡ്രസ്സ്, നല്ല മൊഞ്ചുള്ള നല്ല ഡ്രസ്സുകളുണ്ട്, ഏതെങ്കിലുമൊക്കെ പോയി എടുക്കണം. അങ്ങനെ എന്റെ മരുമകളാണ് പോയി. അവർക്ക് ഞാൻ പറഞ്ഞൊന്നും പറ്റിയിട്ടില്ല. പൊന്നാരന്റെ മുത്തുമണികളെ ഞമ്മക്ക് പറയാനുള്ളത്, ഈ ഒരു കടയിൽ പോയപ്പോ ഇച്ചെന്നെ തല ഇറ്റി കൊയക്ക് സീണൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ മക്കളായിട്ടൊക്കെ നമ്മള് പോവാ അറിയില്ല. ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് പെര കുത്തിറക്കും ഞമ്മള്. ഇപ്പത്തെ നോമ്പും ചൂടും ഒക്കെ കൂടി നമുക്ക് താങ്ങൂലട്ടെ അണ്ണികളെ. അതുകൊണ്ടേ ഇച്ചിനോട് പറയാനുള്ളത്, കുട്ടികളും മക്കളായിട്ടൊക്കെ പോണവരെല്ലാം ശ്രദ്ധിക്കുക. പൊന്നാരണ്ണികളെ ഏറ്റവും ചെറിയ കട നോക്കിയിട്ട് പോയിട്ട് എടുത്തോളി. അവിടെ ഇപ്പൊ ഒരു വെക്കുന്ന ഡ്രസ്സ് തന്നെ അല്ലേ, എല്ലായിടത്തും വെക്കുന്ന ഡ്രസ്സ് തന്നെ. ഒരാണ്ടടുത്തേക്ക് ഒരു കോടി ഇടണമെന്നല്ലേ ഉള്ളൂ. വലിയ വലിയ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പൊന്നാരഞ്ഞ രാവിലെ പോയാലും നോമ്പറക്കുമ്പോ നമുക്കിട്ട് പോരാന്നുള്ള ചിന്താഗതി കൊണ്ട് ഒഴിവാക്കിയേക്കാളി. ഇത് നമ്മൾ തിരൂര് വലിയ കടയില്ല, ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറയും, ആ കടയത്തെ അവസ്ഥയാണ്. അവരെന്നെ അവിടെ നിറഞ്ഞിട്ട് ഇവിടെ പൂട്ടിയിടണം. അപ്പൊ പൊന്നാരന്റെ മുത്തുമണികളെ കുട്ടികളും മക്കളോട് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ഏറ്റവും ചെറിയ കട നോക്കിയിട്ട് പോയി എടുത്തോളി. അവിടെ നല്ല സാധനം ഉണ്ടാവും, അവരും വെക്കുന്നതും ഡ്രസ്സാണ്, അതുകൊണ്ട് അവിടെ പോയിട്ട് എടുത്തോളി. പൊന്നാരണ്ണികളെ അപ്പൊ ഇന്നത്തെ അവസ്ഥ ഇന്ന് ആഴ്ചനോട് പറയണം, എന്നാലും സമാധാനം ഉണ്ടാവുള്ളൂ. ഏതായാലും ആഴ്ച നാളെ ഒന്ന് വിളിച്ചു എത്തണം, അല്ലെങ്കിൽ ഓളോട് വരാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, എന്നാലും ഓളോട് ഇത് പറയണം. ഓള് എന്നോട് പറഞ്ഞിന് മരക്കളെ കൂട്ടിയിട്ട് ഒന്ന് ഫാമിലി വെഡിങ് സെന്ററിലേക്ക് പോകണം എന്ന് പറഞ്ഞോള്. ഇതല്ല ഇപ്പൊ ഫാമിലി വെഡിങ് സെന്റർ അവസ്ഥ. എന്നിട്ട് ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് ഓള് ഫാമിലിക്കാ ഉജ്ജിക്കാ പജ്ജിക്കാ എവിടക്കാ ചോള് പോയിക്കോട്ടെ. അപ്പൊ പൊന്നാരണ്ണികളെ ഈ ഒരു കഥ പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞമ്മള് വന്നിക്കുന്നത്, അതൊക്കെ ഇഷ്ടപ്പെടണേ ലൈക്ക് അടിച്ചാല് എല്ലാ പത്താ ഞാൻ പറയാ. അപ്പൊ പാത്തൂനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണില്ല, എന്താ അപ്പൊ കാട്ടുക, പാത്തൂനാണ് സുഖമില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തട്ടിമുട്ടി ഓരോ വീഡിയോ ഇടുന്നത്. പല്ലുവേദന പൊന്നാരണ്ണികളെ 3-4 വീഡിയോ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേട്ട് നിങ്ങൾക്ക് ചടക്കും, പറഞ്ഞ് എനിക്കും മടക്കും. വല്ലാത്തൊരു പല്ലുവേദനയാണ്, നേരെ മൂന്തിയായ തുടങ്ങും പല്ലിന്റെ ഉള്ളിലത്തെ സഞ്ചാരം. ഈ വേദന ഉള്ളിൽ കുടിച്ച് ഞാനൊരു വൈക്കാവോ എനിക്കറിയില്ല. ഈ ചാണ ഉള്ളിൽ കൊടുക്കാനും പറ്റൂല. പൊന്നാരണ്ണികളെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കിഡ്നിക്ക് ഒരു കിഡ്നി ഇങ്ങനെ നശിച്ചു പോയിട്ട് കിഡ്നിക്ക് നീരൊക്കെ എനിക്ക് പണ്ട്. പിന്നെ ഞാനിങ്ങനെ ചെറുതാവുമ്പോ എന്തായാലും എന്റെ അസുഖം നിൽക്കുമ്പോ ഞാൻ പറയും കിഡ്നിക്ക് നീരാക്കാം നീട്ടലാണ്. അപ്പോഴും ഞാൻ കളിയാക്കണവരുണ്ട് കേട്ടാ. അങ്ങനെ ഒരു അസുഖം ഉള്ളത് തന്നെ നമുക്ക് കടുപ്പുള്ള മരുന്നൊന്നും കുടിക്കാൻ പാടില്ല, നന്നേ ഡോക്ടർ നമുക്ക് താക്കീത് തന്നാണ്. അപ്പൊ തലവേദന പല്ലുവേദന അമ്മ അതിലുള്ള മരുന്നൊന്നും ഞമ്മക്ക് കുടിച്ചാൻ പറ്റൂല. പൊന്നാരണ്ണികളെ ഇതാണ് നമ്മളെ അവസ്ഥ. ഈ കാണുന്ന ശരീരമൊക്കെ ഉള്ളു പൊള്ളയാണ്, എത്തപ്പ ഞമ്മക്ക് കാട്ടുക. അപ്പൊ ഇങ്ങനത്തെ മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് താങ്ങൂല. ചെറിയറ്റിങ്ങളല്ലേ, അവർക്ക് എന്നും അവരെ തള്ളാരെന്നെ അവരെ കൂടെ വേണമെന്നുള്ള ചിന്താഗതി. എനിക്കൊരു മോളുണ്ട്, എന്റെ മോളാണ്. ഞാൻ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരിയുമ്പോഴും 5 മിനിറ്റ് ഇങ്ങോട്ട് ഇരിയുമ്പോഴും എവിടെ ഇങ്ങനെ വിളിച്ചു നടക്കുന്ന ഒരു മോളാണ്. സുഖമില്ല അവളെക്കൊണ്ട്. ഇങ്ങനത്തെ മക്കളാണ്. അപ്പൊ ഞമ്മക്ക് നീ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരെ അവസ്ഥ പറയണം. അപ്പൊ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് അത് മരിച്ചാൽ മതി എന്നാണ് നമ്മളെ പൂതി. ഇനി പഠിച്ചോനെ എന്താ തീരുമാനിച്ചത് ഞമ്മക്കറിയില്ലല്ലോ. നമ്മളെ ഭൂമിക്ക് പാസ്പോർട്ട് എടുത്തിട്ടാണ് നമ്മളെല്ലാരും ആക്കിയിരുന്നത്. എപ്പോഴാണ് നീ വിസ വരികയെന്ന് പറയാൻ പറ്റൂല. വിസ വന്ന അപ്പൊ നമ്മൾ കയറണം. പക്ഷെ എന്റെ മനസ്സിലൊരു ആഗ്രഹമായിട്ടപ്പോ എന്നോട് പറഞ്ഞത്, കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടാണ് മരിച്ചാൽ മതി എന്നാണ് നിച്ച പൂതി. അത് ഞാനും നല്ല എല്ലാ തള്ളാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവരെവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം. അവരാരെങ്കിലും ഇനിയിപ്പോ പെൺകുട്ടികളാണെങ്കിൽ ആരാന്റെ പേരേക്ക് പറഞ്ഞേക്കണം, ആൺകുട്ടികളാണെങ്കിൽ നല്ല ജോലി ആവണം, പണിയും തിരക്ക് ആവണം എന്നുള്ള ചിന്താഗതിയിലാവും എല്ലാ തള്ളാരും നടക്കുന്നത്. അത്ര നമ്മൾ ചിന്തിച്ചു വിട്ടുള്ളൂ, കാട് കയറി നമ്മൾ ചിന്തിക്കുന്നു കേട്ടാ. അപ്പൊ പൊന്നാരന്റെ മുത്തുമണികളെ ഈ വീഡിയോ എത്ര തന്നെ ഉള്ളു. നാളെ ഏതായാലും ആഴ്ചനോട് ഈ കാര്യം പറയണം. ആഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിന്. ഏതായാലും ഈ കാര്യം പറഞ്ഞിട്ട് അവൾ എടുക്കണേ ചോളാൻ തീരുമാനിച്ചോട്ടെ.
എല്ലാരും ഞാൻ എന്റെ മരിക്കൾക്കും മക്കൾക്കൊക്കെ എടുക്കൂട്ടാ, അത് വേറെ കാര്യം. ഏറ്റവും ചെറിയ കടയിൽ പോയിട്ട് നമ്മൾ എടുക്കണുള്ളൂ. അപ്പൊ ഈ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളി. പിന്നെ ഇതേപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബും ചെയ്തോണ്ടി എല്ലാ. പിന്നെ എന്നാ ആയിക്കോട്ടെ മുത്തുമണികളാ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആഴ്ചയോടെ പറഞ്ഞ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.